ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ്. ഇത് വലിയ പ്രശ്നമൊന്നുമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്. കുറച്ചേറെ എന്തുണ്ട് ഐറ്റംസ് വരുന്നുണ്ട് എന്ന് മാത്രം. ഓക്കെ, നോക്കാം. ഫസ്റ്റ് വൺ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. എന്താ ചെയ്യാൻ പറഞ്ഞാൽ പ്രിപ്പയർ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ കോമ്പണൻറ്റ് ഓഫ് ടോട്ടൽ കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. അത് ടോട്ടൽ കോസ്റ്റ് പറയുമ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസും പിന്നെന്തും കാണണം, പ്രോഫിറ്റും കാണാം. സ്റ്റോക്കിൻ്റെ ഫിനിഷ്ഡ് ഓപ്പണിംഗ് ആണ്. ഈ ഡേറ്റ് ശ്രദ്ധിച്ചാൽ മതി. ഇത് ഓപ്പണിംഗ് ആണ്, റോ മെറ്റീരിയലിൻ്റെ ഓപ്പണിംഗ് ആണ്, വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഓപ്പണിംഗ് ആണ്. ക്ലോസിംഗ് അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഒക്കെ ക്ലോസിംഗ്. കണ്ടില്ലേ, ഡേറ്റ് കണ്ടില്ലേ, ഡിസംബർ അല്ലേ. പർച്ചേസ് ഉണ്ട്, അറിയാലോ. കാരേജ് ഇൻവേർഡ് ഉണ്ട്. കാരേജ് ഇൻവേർഡ് നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? അത് ഔട്ട്വേർഡ് അല്ലേ വരിക. പർച്ചേസ് റിലേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. എന്നിട്ട് അത് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. വേജസ് ഡയറക്റ്റ് ലേബറാണ്. വർക്ക് മാനേജർ സാലറി എന്ന് പറയുമ്പോൾ ഫാക്ടറി ഓവർഹെഡാണ്. ഫാക്ടറി എംപ്ലോയി സാലറി പിന്നെ പറയണ്ടല്ലോ, ഫാക്ടറി ഓവർഹെഡ്, മറ്റേ ഫാക്ടറി തന്നെയാണ്. റീപ്ലേസ്മെൻറ്റ് ഓഫ് മെഷീൻ, ഈ റീപ്ലേസ്മെൻറ്റ് ഓഫ് മെഷീൻ എന്ന് പറയുമ്പോൾ അതൊരു കോസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. വർക്ക്സ് മാനേജറാ, വർക്ക് ചെയ്യുന്ന ആളെങ്ങനെ ഓഫീസിൽ വരാം? സാധാരണ മൈൻഡിൽ വരുന്ന എന്താ, അന്ന് ഈ മൈൻഡ് ഒന്ന് മാറ്റുക. എൻ്റെ മൈൻഡിന് എന്തോ പ്രശ്നമുണ്ട് ഇത്. ഓക്കെ, ഈ മെഷീൻ റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാലേ അതൊരു അസറ്റ് അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ടെക്സ്റ്റ് ബുക്കിൽ തന്നെ റീപ്ലേസ്മെൻറ്റ് ഓഫ് മെഷീൻ. ഓക്കെ, നോക്കിയത് വേറെ എന്തെങ്കിലും ഐറ്റാണോ? ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇതൊരു അസറ്റാണ്. ഇതിൻ്റെ എന്താ എടുക്കുക? ഡീപ്രീസിയേഷൻ എടുക്കുക. അങ്ങനെ പറഞ്ഞപ്പോൾ നിലവിലുള്ള ഒരു മെഷീൻ റീപ്ലേസ് ചെയ്തു, അതാണ്. അപ്പോൾ പുതിയൊരു മെഷീൻ മേടിച്ചിട്ടല്ലേ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ അതൊന്നും ഒരു അസറ്റല്ലേ, എടുക്കണ്ട. പവർ ഏതാ? ഫാക്ടറി ഓവർഹെഡ്. അതർ പ്രൊഡക്ഷൻ എക്സ്പെൻസ് ഏതാ? ഫാക്ടറി ഓവർഹെഡ്. ജനറൽ എക്സ്പെൻസ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. സെയില് അറിയാലോ. ഇൻകം ടാക്സ് എടുക്കില്ല, ഡിവിഡൻഡ് എടുക്കില്ല, ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് എടുക്കില്ല, ട്രാൻസ്ഫർ ടു സിങ്കിങ് ഫണ്ട് എടുക്കില്ല, ഗുഡ് വിൽ റിട്ടേൺ ഓഫ് എടുക്കില്ല, പേയ്മെൻറ്റ് ഓഫ് സെയിൽസ് ടാക്സ് എടുക്കില്ല. ഓക്കെ അല്ലേ? ഇത്രയും സാധനം. സെല്ലിങ് എക്സ്പെൻസ് എന്ത് ചെയ്യും? എടുക്കും. സെല്ലിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തൂടെ? എന്നെ കാത്തിക്കണം നിങ്ങൾക്ക്. റീപ്ലേസ്മെൻറ്റ് അസറ്റാണ്. അസറ്റ് എങ്ങനെ എടുക്കുക? അതിൻ്റെ ഡിപ്രീസിയേഷൻ അല്ലേ എടുക്കുള്ളൂ. ഓക്കെ, എന്നെ കാത്തിക്കണം എന്നില്ല, ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചെയ്യാം സ്വന്തമായിട്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ അല്ലേ? ദാറ്റ് മീൻസ് മെറ്റീരിയൽ കൺസ്യൂംഡ്. ആദ്യം എന്തെടുക്കണം? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എടുക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ 40,000. ആഡ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ 4,75,000 പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ദെൻ ആഡ് ഏതാ? എക്സ്പെൻസ് ഓൺ പർച്ചേസ് പറയുമ്പോൾ ഏതാ? കാരേജ് ഇൻവേർഡ് 12,500 ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഏതാ? റോ മെറ്റീരിയൽ. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ 50,000. ഓക്കെ, എത്ര വരും ഇതൊക്കെ ആഡ് ലെസ്സും ചെയ്തിട്ട്? മെറ്റീരിയൽ കൺസ്യൂംഡ് എത്ര വരും? ഡയറക്റ്റ് ലേബർ തന്നിട്ടുണ്ടല്ലേ, 1,70,75,000.
4,77,500. ഓക്കെ. ഡയറക്റ്റ് ലേബർ ഉണ്ട്. ഇനി ഡയറക്റ്റ് എക്സ്പെൻസ് ഇല്ലല്ലോ. രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. എത്ര വരും പ്രൈം കോസ്റ്റ്? 6,52,500. ആഡ് ഫാക്ടറി ഓവർ ഹെഡ്. ഫാക്ടറി ഓവർ ഹെഡ് ഏതൊക്കെയുള്ളത്? വർക്ക്സ് മാനേജർ സാലറി, വർക്ക്സ് മാനേജർ പറഞ്ഞാൽ മോനെ ഫാക്ടറി ഇല്ലേ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അതിൻ്റെ ഹെഡിനാണ് എന്ത് പറയുക? വർക്ക്സ് മാനേജർ എന്ന് പറയാം. 30,000. പിന്നെ അടുത്ത് ഫാക്ടറി എംപ്ലോയീസിൻ്റെ സാലറി ഉണ്ട് 60,000. ഫാക്ടറിയിൽ റെൻ്റ് ഉണ്ട് 7,250. പവർ വരും 9,500. അതർ പ്രൊഡക്ഷൻ എക്സ്പെൻസ് അല്ലെങ്കിൽ അതർ പ്രൊഡക്ഷൻ എക്സ്പെൻസ് 43,000. കഴിഞ്ഞു. ഇതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യാൻ മറക്കരുത്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. എന്ത് ലെസ് ചെയ്യണം? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയായിരുന്നു? 15,000 ആയിരുന്നു. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയായിരുന്നു? 10,000 ആയിരുന്നു. അപ്പോൾ കിട്ടുന്നതാണെന്ത്? വർക്ക് കോസ്റ്റ്. ചെയ്തിട്ട് പറയാം എത്ര വരും. എട്ട് 8,72,50. ഏതല്ല? ഒരു 0 ഉണ്ടല്ലേ. 8,07,200. ഓക്കെ. ആഡ് ഏതാ? ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഏതൊക്കെയുള്ളത് ക്വസ്റ്റ്യനിൽ? ജനറൽ എക്സ്പെൻസ് ഉണ്ട്, അങ്ങനെയുള്ളൂ അല്ലേ. 32,500. ആഡ് ചെയ്ത് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. എത്ര പേര് ആഡ് ചെയ്താൽ? 8,500,750 അല്ലേ. ആഡ് ഏതാ? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര മോനെ? ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് 6,000. ക്ലോസിംഗ് സ്റ്റോക്ക് 15,000. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടാം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. എന്താണ് ഇതൊക്കെ ഡിസ്കസ് ചെയ്യാനുള്ളത് ചങ്ങായിമാരെ? നിങ്ങൾക്ക് ഇന്നലെ തുടങ്ങിയല്ലത്. ആഡ് ലെസ് ചെയ്ത് എത്ര വരൂടാ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 8,30,750. ആഡ് ഏതാ? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനും ഒരേ ഒരു എക്സ്പെൻസ് ഉള്ളൂ 9,250. ആഡ് ചെയ്ത് എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് എന്നോ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്നോ വിളിക്കാം. എത്ര വരും ടോട്ടൽ? ഇതാ 8,40,000. കറക്റ്റ്. ആഡ് ഏതാ? പ്രോഫിറ്റ്. അറിയില്ല, പക്ഷെ എന്ത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ? സെയിൽസ് എത്ര എന്നുള്ളത്? 8,60,000. സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ് എത്രയാവും? 20,000 ആയിരിക്കും എന്തുണ്ടാവുക? പ്രോഫിറ്റ് ഉണ്ടാവുക അല്ലേ.
ബാലൻസ് ചെയ്തു. ഇങ്ങനെ 20,000 കിട്ടി. സെയിൽസ് മൈനസ് ഏതാ? കോസ്റ്റ് ഓഫ് സെയിൽസ്.